നേരവും കാലവും ഒന്നും നോക്കാതെ അമ്മയും മക്കളും കൂടെ നടത്തിയൊരു യാത്ര കേട്ടോ. ഒരു മോൾ ഓഫ് എമിറേറ്റ്സ് യാത്ര. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് ഒരു രസമല്ലേ പിള്ളേരുടെ കൂടെ. അപ്പോൾ ചെയ്യണമെന്നൊക്കെ അക്കമിട്ട് എഴുതി തിട്ടപ്പെടുത്തി കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ സ്കീ ദുബായിലേക്ക് അങ്ങോട്ട് കയറാമെന്ന് കരുതി. മുന്നിൽ തന്നെ ഞങ്ങളെ റിസീവ് ചെയ്ത് ഈ പുള്ളിക്കാരനാട്ടോ. പുള്ളി എന്തെല്ലാമൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഉള്ളോട്ട് കയറി നമുക്ക് വേണ്ട ആടയാഭരണങ്ങളെല്ലാം അവർ തന്നു. ചുമ്മാ ഇട്ട ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ ഉള്ളോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പാണ്ടക്കെട്ടിനകത്തുള്ള ഡ്രസ്സുകളെല്ലാം ധരിച്ച് ഞങ്ങൾ വേഷപ്രച്ഛന്നരാവാൻ പോവാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഷൂ അടക്കം ചേഞ്ച് ചെയ്യണം. വല്ലാത്തൊരു പണിയായി പോയല്ലോ കിട്ടിയതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഷൂ ഒക്കെ ഇട്ട് അവർ തന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പൂച്ചയുടെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പം കുട്ടിക്കുരങ്ങന്മാരമായിരുന്നു കേട്ടോ. എൻ്റെ ദൈവം, ഇത് ആ പോണത് എൻ്റെ വീട്ടിലുള്ള കുട്ടിയല്ലേ. എല്ലാവരെയും കാണാൻ ഒരേപോലെ നല്ല സ്പീഡിലുമാണ് പോണത്. മനസ്സിലാവില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദാണ്ടേ ആ പോണതാണ് നമ്മുടെ സംഘത്തലവൻ കേട്ടോ. പുള്ളിക്കാരതിന് മുന്നോട്ട് വന്ന കാരണം കൊണ്ട് പുള്ളി പറയണതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അത് മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളൂ. പുള്ളിയുടെ പ്രവർത്തന മേഖലയിൽ എത്തിയപ്പോഴേ പുള്ളിക്കാരൻ സംഘത്തിലെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം മറന്നു എന്ന് തോന്നുന്നു കേട്ടോ. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്നും പറഞ്ഞൊരു പോക്കാന്ന് തോന്നുന്നു. ഒരു പിടി സ്നോ കയ്യിലെടുത്ത് എത്രയും പെട്ടെന്ന് ഞാനിവിടെ തിരുമ്പി വരും എന്നൊരു പ്രതിജ്ഞയോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.